ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു നല്ല പ്രഭാതത്തില് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനുള്ള മഹാഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും ദൈവം നമുക്ക് നൽകി തന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും മോർണിംഗ് മനയുമായി നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാൻ തക്കവണ്ണം ഇന്നത്തെ നമ്മുടെ വിഷയം വരങ്ങളുടെ സൂത്രധാരകൻ എന്നാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. 1 കൊരിന്ത്യർ 12-ാം അധ്യായം അതിന്റെ 4 മുതൽ ചില വാക്യങ്ങൾ നമുക്ക് അതിന് ആധാരമായി വായിക്കാം. എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ. വീര്യപ്രവർത്തികളിൽ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും പ്രവർത്തിക്കുന്നത് ദൈവം ഒരുവൻ തന്നെ. എന്നാൽ ഓരോരുത്തന് ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ പ്രഭാതത്തില് ദൈവം നമ്മെ വിവിധമായ വരങ്ങൾ നൽകി തന്ന സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. എല്ലാ വരങ്ങളും മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനും പൊതുപ്രയോജനത്തിനുമായി നൽകപ്പെടുന്നുവെന്ന് 1 കൊരിന്ത്യർ 12-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മളിലുള്ളതായ നന്മകൾ പൊതുപ്രയോജനത്തിനായി മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിന് വേണ്ടി ദൈവം നമുക്ക് നൽകിയതായ വരങ്ങളെ നാം പ്രയോജനപ്പെടുത്തുമ്പോഴാണ് തീർച്ചയായും സ്വർഗം സന്തോഷിക്കുന്നത്. നമുക്ക് ഒരു വരം നൽകി തന്നതുകൊണ്ട് അത് പ്രയോജനം ഉണ്ടാക്കിയെടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുകയും ആ താലന്തിനെ വളർത്തിയെടുത്തുകൊണ്ട് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായി തീർന്നുകൊണ്ട് സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിലൊക്കെയും താല്പര്യമുള്ളവരായി ദൈവത്തിന്റെ സന്നിധിയിൽ നാം ഓരോരുത്തരും നിലനിൽക്കണമെന്ന് സ്വർഗത്തിലെ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. വിവിധമായ താലന്തുകള് സ്വർഗത്തിലെ ദൈവം നമ്മെ നൽകി തന്ന് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ചിലർക്ക് പാടുവാനായിരിക്കാം, ചിലർക്ക് നല്ല പ്രസംഗം കാഴ്ചവെക്കുവാനായിരിക്കാം, മറ്റ് ചിലർക്ക് വിവിധമായ അനേക കഴിവുകളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് തിരുവചനം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ പരിജ്ഞാനം നൽകപ്പെടുകയും ദൈവത്തിന്റെ വചനത്തിലൂടെ പരിജ്ഞാനം ലഭിച്ച് ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം യേശുക്രിസ്തുവിനെ ലോകത്ത് ആരാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ തക്കവണ്ണം നമ്മളിലൂടെ നമുക്ക് നൽകി തന്നതായ ആ നല്ല വരങ്ങളിലൂടെ നമുക്ക് തന്ന കഴിവുകളിലൂടെ മറ്റുള്ളവരുടെ മുന്നിലേക്ക് അതിന് പ്രയോജനകരമായ രീതിയിൽ നമ്മെ തന്നെ ഒരുക്കിയെടുത്തുകൊണ്ട് അതിനെ പ്രാബല്യത്തിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണമാണ് സ്വർഗം ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരേ ആത്മാവിനാൽ തന്നെ വിശ്വാസവും, മറ്റൊരുവന് അതേ ആത്മാവിനാൽ രോഗശാന്തിയുടെ വരവും, മറ്റൊരുവന് വീര്യപ്രവർത്തികളും, മറ്റൊരുവന് പ്രവചനവും, മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം, വേറൊരുവന് പലവിധമായ ഭാഷകൾ പറയുവാനുള്ളതായ കഴിവ്. അങ്ങനെ വളരെ വ്യത്യാസമുണ്ട്. എങ്കിലും എല്ലാം പ്രവർത്തിക്കുന്നതും താൻ ഇച്ഛിക്കും പോലെ അവന് അതത് വരം പകർന്നു കൊടുത്തതും ഒരേ ആത്മാവ് തന്നെയാണ്. നാം പലരിലേക്ക് നോക്കുമ്പോൾ അവർക്ക് വിവിധ കഴിവുകളുണ്ട്, ഭാഷാവരങ്ങളുണ്ട്, അവരിൽ നല്ല വിശ്വാസമുണ്ട്, രോഗശാന്തി ശുശ്രൂഷയുണ്ട്, അതുപോലെ വിവിധ ഭാഷകൾ സംസാരിച്ച് വിവിധ ഭാഷയിലായിരിക്കുന്നവരോട് ഈ സുവിശേഷം എത്തിക്കുവാൻ വളരെ കഴിവുള്ള വ്യക്തികളാക്കി ദൈവം എടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഭാഷകളെയൊക്കെയും അതാത് ഭാഷകളില് വ്യാഖ്യാനം ചെയ്ത് പ്രവർത്തിപ്പിക്കുവാനുള്ള കഴിവ്, അത് എല്ലാം പ്രവർത്തിക്കുന്നത് നാം ഓരോ വ്യക്തികളിലും ഓരോ കഴിവുകളെ കാണുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ വചനപ്രകാരം ഇവർ എല്ലാം പ്രവർത്തിക്കുന്നത് ആരാണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ആ മറ്റൊരാളുടെ കഴിവ് നമുക്കൊരു രക്ഷയില്ലായിരിക്കാം, നമ്മുടെ കഴിവ് ആ വ്യക്തിക്കുമില്ല. അപ്പോൾ ഈ കഴിവുകളെയെല്ലാം നമുക്ക് നൽകി തരുന്നത് സ്വർഗത്തിലെ വലിയ ദൈവമാണ്. അപ്പോൾ സ്വർഗം നമ്മെ ഇത്രത്തോളം ഇന്ന് ഈ പ്രഭാതത്തിൽ അനുഗ്രഹിച്ചിരിക്കുന്നത് വിവിധമായ അനുഗ്രഹത്താൽ, അല്ലെ, വളരെ പ്രകൃതി രമണീയമായ പ്രകൃതി തന്ന് നമുക്ക് ദൈവം നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട്. വളരെ വിവിധമായ വർണ്ണങ്ങൾ തന്ന് നമ്മെ അലങ്കരിച്ചിട്ടുണ്ട്. ഓറഞ്ച്, പച്ച, വയലറ്റ്, അതുപോലെ
അനേക കളർ, ബ്ലൂ, ഗ്രീൻ, വയലറ്റ്, റെഡ്, ഓറഞ്ച്, അങ്ങനെ വിവിധ വെള്ള, അങ്ങനെ കറുപ്പ്, അങ്ങനെ വിവിധ കളറുകളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെയാണ് ഓരോ വ്യക്തികൾക്കും ദൈവം കൊടുത്തിരിക്കുന്നതായ കഴിവുകളെ എന്ന് നമുക്ക് കാണുവാനായിട്ട് ഈ ലോകത്തിലേക്ക് നമ്മളൊന്ന് പ്രപഞ്ചത്തിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കുമ്പോൾ അവിടെ ഇപ്രകാരമുള്ള വർണ്ണങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇതും നിർമ്മിച്ചത് നമ്മുടെ സ്വർഗത്തിലെ ദൈവമാണ്. അതുകൊണ്ടാണ് ഇവിടെ 1 കൊരിന്ത്യർ 12:7 പറയുന്നത്, ഒരുത്തിന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരുവനും അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം പ്രവർത്തിക്കുന്നത്, എന്നിലും നമ്മളിലും ഓരോരുത്തരും പ്രവർത്തിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദൈവം തന്നതായ കഴിവുകൾ മാത്രമാണ് നമുക്കുള്ളത്. അതിനെ നാം പരിപോഷിപ്പിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സുവിശേഷം ലോകമെമ്പാടും എത്തിക്കുവാൻ തക്കവണ്ണം നമ്മുടെ താലന്തുകളെ, നമ്മുടെ കഴിവുകളെ നാം എപ്രകാരം വിനിയോഗിക്കുന്നു എന്നതിലാണ് സ്വർഗം നമ്മെ കുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ആ പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തി പകർന്നു നിന്ന് കഴിയുമ്പോൾ നാം ഈ സുവിശേഷം ലോകത്തോട് വിളിച്ചു പറയുവാൻ തക്കവണ്ണമുള്ള ആ കഴിവ് ദൈവം നമുക്ക് നൽകും. വിവിധമായ കഴിവുകൾ തന്നിട്ടുണ്ട്. അത് ഓരോ വ്യക്തികൾക്കും അറിയാം എനിക്ക് എന്താണ് കഴിവുള്ളത്. ആ കഴിവിൽ കൂടെ സുവിശേഷം ലോകത്തോട് അറിയിക്കുവാൻ തക്കവണ്ണം സ്വർഗം ഇന്ന് ആഗ്രഹിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദൈവത്തിന്റെ തിരുവചനത്തിന്റെ പരിജ്ഞാനം നമ്മളിൽ തന്നു കഴിയുമ്പോൾ നാം അടങ്ങിയിരിക്കുന്നവരല്ല, കർത്താവിന് വേണ്ടി അധികം പ്രവർത്തിക്കുന്നവരായി തീരുവാൻ ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥനാപൂർവം ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കാം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിലെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഇന്ന് ജന്മദിനമായിരിക്കുന്ന 2 പ്രിയപ്പെട്ടവർ നമ്മുടെ മധ്യത്തിലുണ്ട്. പ്രിൻസ് പ്രസാദ്, തട്ടാരമ്പലം ചർച്ച്, സുജാത വിൽസൺ, കുമ്പനാട് ചർച്ച്. നമുക്ക് കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല പ്രഭാത സമയത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനും ദൈവം തന്നതായ താലന്തുകളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുകയും ആ താലന്തുകളെ പൂർണ്ണമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ കർത്താവെ അങ്ങ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ജന്മദിനമായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ആയുസ്സും ആരോഗ്യവും ബലവും സന്തോഷവും സമാധാനവും എല്ലാം നൽകിക്കൊടുത്ത് പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. തുടർന്നുള്ള ക്രിസ്തീയ ജീവിതയാത്രയിലും കർത്താവെ അങ്ങയുടെ കരം കൂടിയിരുന്ന് അവര് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യണം. തിരുവനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. രോഗത്താലോ ക്ഷീണത്താലോ പ്രയാസത്താലോ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ കർത്താവെ അങ്ങയുടെ വചനം അയച്ച് പൂർണ്ണമായി സൗഖ്യം കൊടുത്ത് കർത്താവെ പ്രിയപ്പെട്ട ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കുമാറാകണം. അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് തിരുവനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും എന്റെ സ്വർഗത്തിലെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.